നമസ്തേ. സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കുറച്ച് ചെറിയ ചെറിയ ഹിന്ദി സെൻറ്റൻസുകൾ പഠിക്കാം. മേ ആപ്കോ ജാൻതാ ഹും. എനിക്ക് നിങ്ങളെ അറിയാം. മേ ആപ്കോ ജാൻതാ ഹും. ആപ്കോ താങ്കളെ അല്ലെങ്കിൽ നിങ്ങളെ, ജാന്ന അറിയുക, ജാൻതാ ഹും അറിയാം. मैं आपको जानता हूँ. मुझे आपके बारे में पता है. എനിക്ക് നിങ്ങളെപ്പറ്റി അറിയാം. മുझे എനിക്ക്, ആപ്കെ ബാരെ में നിങ്ങളെപ്പറ്റി, പത്താ ഹെ അറിയാം. മുझे आपके बारे में पता है. പത്താ ഹെ, ജാൻതാ ഹെ, മാലൂം ഹെ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം എന്ന് തന്നെയാണ് അർത്ഥം. ക്യാ ആപ്കോ പത്താ ഹെ, നിങ്ങൾക്ക് അറിയാമോ? ക്യാ ആപ് മേരെ ബാരെ മേ ജാൻതേ ഹെ, നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാമോ? മുझे ആപ്കെ ബാരെ മേ പത്താ ഹെ, എനിക്ക് നിങ്ങളെപ്പറ്റി അറിയാം. മുझे ആപ്കെ ബാരെ മേ പത്താ ഹെ. ക്യാ ആപ് മുझे ജാൻതേ ഹോ, നിങ്ങൾക്ക് എന്നെ അറിയാമോ? ക്യാ ആപ് മുझे ജാൻതേ ഹോ. ആപ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, മുझे എന്നെ, ജാൻതേ ഹോ അറിയാമോ. ഇവിടെ ക്യാ ഉള്ളത് കൊണ്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ക്യാ ആപ് മുझे ജാൻതേ ഹോ. ആപ്പ് വരുമ്പോൾ ഗ്രാമറ്റിക്കലി ഹേ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സംസാര ഭാഷയിൽ ഹോയാണ് ഉപയോഗിക്കാറ്. ക്യാ ആപ് മുझे ജാൻതേ ഹോ. ആപ്കെ ഘർ പർ കോൺ കോൺ ഹേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്. ആപ്കെ ഘർ പർ കോൺ കോൺ ഹേ. ആപ്കെ ഘർ പർ നിങ്ങളുടെ വീട്ടിൽ, കോൺ കോൺ ഹേ ആരൊക്കെയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരാണുള്ളത് എന്ന് ചോദിക്കാൻ ആപ്കെ ഘർ പർ കോൺ ഹേ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? ആപ്കെ ഘർ പർ ക്യാ ക്യാ ഹേ. ആപ്കെ ഘർ പർ ക്യാ ക്യാ ഹേ. ആപ്കെ ഘർ പർ കോൺ കോൺ ഹേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്. ആപ്കെ ഘർ പർ കോൺ കോൺ ഹേ. ആപ് ഏക് അച്ഛേ ആദ്മി ഹോ, നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്. ആപ് ഏക് അച്ഛേ ആദ്മി ഹോ. ആപ് നിങ്ങൾ, ഏക് അച്ഛേ ആദ്മി ഹോ ഒരു നല്ല മനുഷ്യനാണ്. ആദ്മി മനുഷ്യൻ. ആപ് ഏക് അച്ഛേ ആദ്മി ഹോ. ആപ് കഹാം സേ ഹോ, നിങ്ങൾ എവിടെ നിന്നാണ്. ആപ് കഹാം സേ ഹോ. ആപ് നിങ്ങൾ, കഹാം സേ എവിടെ നിന്നാണ്. കഹാം സേ ഹോ എവിടെ നിന്നാണ്. ആപ് കഹാം സേ ഹോ. മേ കേരൾ സേ ഹും, ഞാൻ കേരളത്തിൽ നിന്നാണ്. മേ കേരൾ സേ ഹും. ആപ് കഹാം സേ ഹോ. മേ ജാൻതാ ഹും, എനിക്കറിയാം. മേ ജാൻതാ ഹും. ആപ് കഹാം സേ ഹോ. മേ കേരൾ സേ ഹും. हाँ मैं जानता हूँ. मुझे सच जानना है, എനിക്ക് സത്യം അറിയണം. മുझे സച്ച് ജാന്ന ഹേ. മുझे എനിക്ക്, സച്ച് സത്യം, ജാന്ന ഹേ അറിയണം. മുझे സച്ച് ജാന്ന ഹേ. വേറൊരു വെർബുണ്ട് ജാന, അത് പോവുക എന്നാണ് അർത്ഥം. ഇവിടെ ജാന്ന അറിയുക, ജാന്ന ഹേ അറിയണം. ജാനാ ഹേ എന്നാണെങ്കിൽ പോകണം എന്നാകും. മുझे സച്ച് ജാന്ന ഹേ, എനിക്ക് സത്യം അറിയണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है दोस्तों, धन्यवाद. अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.